പഞ്ചർ ഒട്ടിക്കുന്ന കടയിൽ നിന്ന് ഇന്ന് കോടികൾ ഇൻകം വാങ്ങിയിട്ടുള്ള NSM ആയി മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരാണ് സാറിനെ പരിചയപ്പെടുത്തി. പേര് അനിൽകുമാർ, സ്വദേശം കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയാണ്. ഈ ഒരു കമ്പനിയിൽ വന്നത് എന്റെ മഹാഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഈ ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ ഈ കമ്പനിയിലേക്ക് എന്നെ കൈപിടിച്ചു കൊണ്ടുവന്ന ഗ്രേറ്റ് ലീഡേഴ്സ് ഇവിടെ ഇരിപ്പുണ്ട്. ബെന്നി സാർ, സുനിൽ സാർ, ശ്രീകുമാർ സാർ. അതോടൊപ്പം തന്നെ ഈ അവസരം തന്ന ഫിജിക്കാർ കമ്പനിക്കും ഞാൻ എന്റെ ഈ സമയം, വിലപ്പെട്ട സമയം, അല്ലെങ്കിൽ ഫിജിക്കാർ കമ്പനിക്ക് എനിക്ക് കടന്നു വരാൻ കഴിഞ്ഞതിൽ ഞാൻ നന്ദി ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പഞ്ചർ പണിയിൽ നിന്നും ഈ ബിസിലേക്ക് കടന്നു വന്നപ്പോൾ പലരും ചോദിച്ച ചോദ്യം, ഒരു 10ാം ക്ലാസ് പരാജയപ്പെട്ട നിനക്ക് ഇതിൽ കൂടെ വിജയിക്കാൻ കഴിയുമോ? കഴിയുമെന്ന് ഇന്ന് തീരുമാനമെടുത്ത് ഇന്ന് ഇവിടെ നിൽക്കുന്നെങ്കിൽ അനിൽകുമാറിന് പഞ്ചർ കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർക്കും കഴിയും. എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുന്നത്, നിങ്ങൾക്ക് ഈ ബിസിനസ് യോജിച്ചതാണോ അല്ലയോ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ ഈ ഒരു വേദി മതി. കാരണം ഒരു വിജയിയെ നമുക്ക് എടുത്തു നോക്കിയാൽ ആ വിജയിച്ചത് എങ്ങനെയെന്ന് നോക്കാം. സച്ചിൻ ടെണ്ടുൽക്കർ വിജയിച്ചത് ക്രിക്കറ്റിലൂടെയാണ്, മമ്മൂട്ടി വിജയിച്ചത് സിനിമയിലൂടെയാണ്. അങ്ങനെയാണെങ്കിൽ അവരൊക്കെ വിജയിച്ചത് അതായത് കറക്റ്റ് മേഖലയിൽ എത്തിയത് കൊണ്ടാണ്. നിങ്ങൾക്ക് വിജയിക്കാൻ ഒരു മേഖലയുണ്ട്. ലോകത്ത് ഇന്ന് പല രാജ്യങ്ങളിലും പല വ്യക്തികളും സാധാരണക്കാരും വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി. നിങ്ങൾക്കറിയാം, വിദേശത്തേക്ക് നമുക്ക് കടന്നു പോകണമെങ്കിൽ ഫ്ലൈറ്റ് ആണ് ഫാസ്റ്റായിട്ട് എത്താൻ പറ്റിയ വാഹനം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ ഏത് വാഹനത്തിൽ കയറണം? ഫിജിക്കാർ എന്ന് പറയുന്ന വാഹനത്തിൽ വിജയിക്കാൻ പറ്റിയ ഇൻഡസ്ട്രി കടന്നു വന്നതുകൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിയും. സച്ചിൻ വിജയിച്ചത് അതുകൊണ്ടാണ്. അവരൊക്കെ വിജയിക്കാൻ പറ്റിയ ഇൻഡസ്ട്രി കടന്നു വന്നതുകൊണ്ടാണ്. നമ്മൾ സാധാരണ ഒരു പഞ്ചർ പണിക്കാരനായാൽ, ഒരു മെക്കാഡ് പണിക്കാരനായാൽ, അല്ലെങ്കിൽ ഒരു 1000 രൂപ ജോലി കിട്ടുന്ന ഒരു ദിവസം വരുമാനം കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിയിൽ വന്നാൽ വിജയിക്കുമോ? വിജയിക്കാൻ സാധ്യത കുറവാ. അങ്ങനെയാണെങ്കിൽ അനിൽകുമാർ പഞ്ചർ പണിയിലൂടെ വിജയിച്ചതിന് കാരണം വലിയൊരു ഇൻഡസ്ട്രിയിൽ വന്നതുകൊണ്ട് അനേകായിരം ആൾക്കാരെ കൂട്ടിക്കൊണ്ട് മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയൂ. അന്ന് ഞാൻ എടുത്ത തീരുമാനം എന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയെങ്കിൽ അത് നിരവധി മാറ്റങ്ങൾ ഉണ്ടാക്കി. എനിക്ക് വീടില്ലായിരുന്നു, വീടുണ്ടാക്കി തന്നത് ഫിജിക്കാരാണ്, കാറുണ്ടാക്കി തന്നത് ഫിജിക്കാരാണ്, ഒരു വലിയ ടീമിനെ ക്രിയേറ്റ് ചെയ്തത് ഫിജിക്കാരാണ്. എനിക്ക് കഴിഞ്ഞ ആശയം നിങ്ങൾക്ക് കഴിയും. അതിന് ഉറച്ചു നിൽക്കുക. വിജയിക്കണമെങ്കിൽ ഉറച്ചു നിൽക്കുക, അടിയുറച്ചു നിൽക്കുക. കുറ്റം പറയാനും കളിയാക്കാനും നിരുത്സാഹപ്പെടുത്താനും നിരവധി